നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആഴ്ചയിൽ ഒരു ദിവസം നിറഞ്ഞ മഴ ലഭിക്കുന്ന സ്ഥലങ്ങൾ UAE ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടോ? കൊടും വേനലിലും ഇവിടെ വലിയ മഴ ലഭിക്കാറുണ്ടെന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം ഒരു കണ്ണൂരുകാരൻ തരും. UAE വെതർമാൻ എന്നറിയപ്പെടുന്ന കണ്ണൂർ സ്വദേശി സാജിദ് പരിചയപ്പെടേണ്ട കക്ഷിയാണ്. നിറഞ്ഞു പെയ്യുന്ന മഴയോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ഈ കണ്ണൂരുകാരൻ സജാദിന്റെ മനസ്സ് നിറയെ. നനുത്തു പെയ്യുന്ന മഴ സ്വപ്നം കാണുന്ന പ്രവാസി, മഴയ്ക്ക് പിന്നാലെ ഭ്രാന്തമായി സഞ്ചരിക്കുന്ന ഒരു അപൂർവ മനുഷ്യൻ. അതാണ് UAE വെതർമാൻ എന്നറിയപ്പെടുന്ന സജാദ്. അങ്ങനെ വെറുതെ മഴയ്ക്ക് പുറകെ പോവുകയല്ല സജാദ് ചെയ്യുന്നത്. മേഘങ്ങളുടെ സഞ്ചാര വഴി മനഃപാഠമാക്കിയ ആ പഞ്ഞിക്കെട്ടുകൾ എവിടെ പെയ്തു തീരുമെന്ന് കൃത്യമായി പഠിച്ചറിയുന്ന മനുഷ്യൻ കൂടിയാണ് ഇത്. (2015) ഇരുട്ടുകുത്തി ഇടിവെട്ടി പെയ്യുന്ന മഴ കണ്ട് സജാദ് വിമാനം കയറി എത്തിയത് കണ്ണു തുറക്കാനാകാത്ത വെയിലിൽ വെന്തുരുകുന്ന മരുഭൂനാട്ടിലാണ്. കുഞ്ഞുനാൾ മുതൽ മഴയിൽ ഓടി നടന്നും മഴയെ നെഞ്ചോട് ചേർത്തും നടന്ന ഒരാൾക്ക് ആ മാറ്റം പറഞ്ഞറിയിക്കാനാകാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. യൂട്യൂബ് വീഡിയോകളിലെ മഴയുടെ കാഴ്ചയിൽ അഭയം തേടുകയല്ലാതെ അന്ന് സജാദിന് മറ്റൊരു മാർഗമില്ലായിരുന്നു. 2015 ഓഗസ്റ്റിലാണ് ഞാൻ ഇവിടെ UAE എത്തിയത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ചൂടുള്ള സമയമാണ്, പീക്ക് സമ്മറാണ്. അപ്പോൾ കേരളത്തിൽ അതേസമയം നല്ല മൺസൂൺ ആയിരുന്നു. എനിക്കൊന്ന് ഞാൻ വരുന്ന സമയം ഏകദേശം ഒരു തുടർച്ചയായിട്ട് 3 ദിവസം കണ്ടിന്യൂസ് മഴ ഉണ്ടായിരുന്നു. സെയിം സമയത്താണ് ഞാൻ ഇവിടെ UAE എത്തിയത്. അപ്പോൾ ഭയങ്കര ചൂട്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായില്ല ആ ഒരു ട്രാൻസിഷൻസ് എന്ന് വെച്ചാൽ എനിക്ക് മഴ കാണാതിരിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളിപ്പോഴും മഴ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മഴ കാണാതിരിക്കുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഉള്ള ഒരു റെയിൻ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് കണ്ടിട്ട് റൂമിൽ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പതിവ്. ശരിക്കുള്ള മഴ കാണാൻ ഇനി നാട്ടിലെത്തണമെന്നുള്ള ചിന്തയും അതെന്നാണെന്നറിയാത്ത ആശങ്കയും വലിയ നിരാശയാണ് സജാദിന് അന്ന് സമ്മാനിച്ചത്. ഈ നാട്ടിൽ മഴയുണ്ടാകുമോ എന്ന് അന്ന് വെറുതെ തുടങ്ങിയ അന്വേഷണമാണ് ഇന്ന് UAE വെതർമാൻ എന്ന പേരിന് സജാദിനെ അർഹനാക്കിയത്. അതിന് പുറകിൽ പക്ഷേ വർഷങ്ങൾ നീണ്ട പഠനത്തിന്റെയും അധ്വാനത്തിന്റെയും വലിയ കഥ പറയാനുണ്ടെന്ന് മാത്രം. വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി അവരുടെ ഇൻസ്റ്റാഗ്രാം കൂടി. പിന്നെ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, NCM.AE എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. അതിൽ കൂടിയൊക്കെ ഇവിടെ മനസ്സിലാക്കി. പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ സമ്മറിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നുള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇത് ചേസ് ചെയ്യുന്നത്? അപ്പോൾ ഒരു റഡാർ സംവിധാനമുണ്ട്. റഡാർ ആപ്ലിക്കേഷനിൽ കൂടി ഇങ്ങനെ ഡാറ്റ പബ്ലിക്കിന് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റഡാറൊക്കെ നോക്കി ഞാൻ മഴ പെയ്യുന്ന ഒരു ഏകദേശം രൂപമൊക്കെ മനസ്സിലാക്കി. എങ്ങനെയാണ് മഴ പെയ്യുന്നത്, അത് എപ്പോഴാണ്, അത് ഏത് സമയത്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കി. ആ ഒരു റഡാറിനൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് ഈ സ്പോട്ടുകളിലേക്ക് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോകും. പക്ഷേ വെറും പുറമേയുള്ള അറിവ് ഒന്നുമാകില്ല എന്ന് മനസ്സിലാക്കിയത് അന്നായിരുന്നു. റഡാറിൽ മഴയുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് സജാദ് എത്തുമ്പോഴേക്കും മഴ പെയ്തു തീർന്ന് സ്ഥലം വിട്ടിട്ടുണ്ടാകും. തന്റെ പഠനം കൂടുതൽ ആഴത്തിലുള്ളതാക്കണമെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴായിരുന്നു. കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം മേഘങ്ങളെക്കുറിച്ചും മഴയെക്കുറിച്ചും വായിച്ചറിയാൻ ആരംഭിച്ചു സജാദ്. ആക്ച്വലി മാപ്പിൽ കാണിക്കും ഒരു മഴയുടെ ഒരു ഇൻറ്റൻസിറ്റി. ഇപ്പോൾ ലൈറ്റ് കളർ ആണെങ്കിൽ ഒരു ലൈറ്റ് റെയിൻ, ഒരു സ്ട്രോങ് റെഡൊക്കെ ആണെങ്കിൽ അതൊരു ഹെവി റെയിൻ, അതൊക്കെ
റഡാറിൽ കാണിക്കും. റഡാർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ റഡാറിൽ കാണിക്കും. അപ്പം ആ സ്പോട്ടിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകും. പക്ഷേ ഈ റഡാർ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റഡാർ നോക്കിയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ മഴ പെയ്ത് തീർന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചുമ്മാ അവിടെ പോയിട്ടാകുമ്പോൾ വെള്ളം മാത്രമേ, റോഡിലുള്ള വെള്ളം മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ നല്ല ഒരു വൈഡ് സ്പ്രെഡ് പരക്കെയുള്ള മഴയൊക്കെ ആണെങ്കിൽ മാത്രമേ കുറച്ച് മഴയൊക്കെ കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും റോഡിലുള്ള മഴ മാത്രമേ, റോഡിൽ ഓൾറെഡി പെയ്ത മഴ മാത്രമേ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയണം എന്നുള്ള കൂടുതൽ എന്താ പറയുക, ഒരു ഭയങ്കര എന്താ പറയുക, മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇതിനെപ്പറ്റി മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ള ഒരു വിചാരമൊക്കെ വന്ന് അങ്ങനെ യൂട്യൂബിൽ കൂടിയും കുറേ ബുക്സൊക്കെ വായിച്ചു. എങ്ങനെയാണ് കാലാവസ്ഥ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം, എങ്ങനെ സ്കില്ല് എങ്ങനെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയത്. മാസങ്ങളോളം പഠനം തുടർന്നു. മേഘങ്ങളെ മനസ്സിലാക്കുന്നതും മഴയുടെ വഴികളുമെല്ലാം പഠിക്കാനും തുടങ്ങി. പതിയെ മേഘങ്ങളുടെ മനസ്സറിയാൻ തുടങ്ങി സജാദ്. അവസാനം ഒരിടത്ത് പഠിച്ചത് പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചു. മേഘങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയരികിൽ മേഘം മഴയായി താഴെ പെയ്തിറങ്ങുന്നതും കാത്ത് സജാദ് നിന്നു. അങ്ങനെ ഒരിക്കൽ സജാദിനെ മനസ്സ് കുളിർപ്പിച്ച് സജാദ് എത്തിയ സ്ഥലത്ത് പ്രതീക്ഷ ശരിവെച്ച് ആവോളം മഴ തിമർത്തു പെയ്തു. മരുഭൂമിയിൽ വേനൽക്കാലത്ത് മഴ ലഭിക്കുമെന്നത് നേരിട്ട് മനസ്സിലാക്കിയ ആദ്യ അനുഭവം. ഒരു 4 മാസത്തിന് ശേഷം എനിക്ക് ഏകദേശം മനസ്സിലായി, എനിക്ക് ഒരു സ്കിൽ കിട്ടിയെന്നുള്ള എനിക്ക് തന്നെ ഒരു ഫീൽ വന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ തന്നെ ഏകദേശം മനസ്സിലാക്കി ഇന്ന സ്ഥലത്ത് ക്ലൗഡ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ക്ലൗഡ് ഫോം ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം മഴ പെയ്യുന്നു. അപ്പോൾ ഞാൻ മഴ പെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആ സ്പോട്ടിൽ വന്ന് ഡ്രൈവ് ചെയ്തിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം ക്ലൗഡ് വന്നു, ഫോമായി, അവിടെ മഴ പെയ്തു. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത ഫീൽ. സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാതായ സജാദ് സുഹൃത്തുക്കളോട് തന്റെ അനുഭവം വിവരിച്ചു. പക്ഷേ മരുഭൂമിയിൽ മഴ പെയ്യില്ല എന്നുള്ള ഉറച്ച ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്ന ചുറ്റുമുള്ളവർ സജാദിനെ കളിയാക്കുകയാണ് അന്ന് ചെയ്തത്. പക്ഷേ വിടാൻ സജാദ് ഒരുക്കമല്ലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ മരുഭൂമിയിൽ താൻ കാണുന്ന മഴയുടെ വീഡിയോകൾ സജാദ് നിരന്തരം പങ്കുവെക്കാൻ ആരംഭിച്ചു. വേനൽക്കാലങ്ങളിൽ മിക്കപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം യുഎയിലെ വിവിധയിടങ്ങളിൽ മഴ ലഭിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കിയ സമയം കൂടിയായിരുന്നു അത്. നിരന്തരം സജാദ് സമൂഹ മാധ്യമങ്ങളിലൂടെ മഴയുടെ മനോഹര ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. മഴയെക്കുറിച്ചുള്ള അറിവുകൾ എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഇത് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രൊഫൈൽ കൂടി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതൊക്കെ ഓൾഡ് വീഡിയോ ആണ്, യുഎയിൽ വേനൽക്കാലത്തൊന്നും മഴ പെയ്യില്ല, വിൻ്ററിൽ മാത്രമേ മഴയുള്ളൂ, ഈ ചുമ്മാ ഫേക്ക് വീഡിയോ ഒന്നും ഇട്ടിട്ട് ഗവൺമെൻറ്റിന് ഫൈനൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഭയങ്കര പ്രശ്നമാക്കിയിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് മാസത്തിന് ശേഷം കേരള റെയിൻ ഫോർകാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. അതിൽ കൂടിയൊക്കെ ഇങ്ങനെ ലൈവൊക്കെ പോകാൻ തുടങ്ങി. അപ്പോഴും ആൾക്കാർ വിശ്വസിക്കില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇത് ഫേക്ക് വീഡിയോ ആണ്, യുഎയിൽ ഒരിക്കലും വേനൽക്കാലത്ത് മഴ പെയ്യില്ല എന്നുള്ളത്. പിന്നെ കൂടുതൽ ടിക്ടോക്കിൽ കൂടിയൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ സ്പ്രെഡായി കുറച്ച് ആൾക്കാരൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉണ്ട്, യുഎയിൽ മഴയുണ്ട്, വേനൽക്കാലത്ത് മഴയുണ്ടെന്നൊക്കെ മനസ്സിലാക്കി. ഇതിനിടെ വർഷങ്ങൾ പലത് കഴിഞ്ഞു. പതിയെ ആളുകൾ സജാദിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ട് തേടിയെത്തി. സജാദിനൊപ്പം മഴ കാണാൻ യാത്ര ചെയ്തു തുടങ്ങി. കൊറോണ സമയത്ത് നാട്ടിലേക്കുള്ള യാത്രകൾ ആളുകൾ റദ്ദാക്കി തുടങ്ങിയപ്പോൾ മഴ കാണാൻ സജാദിന്റെ ഒപ്പം കൂടുന്ന ആളുകളുടെ എണ്ണം 10 മടങ്ങായി. ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി എപ്പോഴും മഴയുണ്ട് ഇവിടെ. മഴ എന്ന് പറയുന്നത് ഇവിടെ ഒരു വിചിത്ര സംഭവമൊന്നുമല്ല. പണ്ട് ചിന്തിച്ച ഒരു കാര്യമുണ്ടല്ലോ, പണ്ട് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിലാണ്. അത് 95% ആൾക്കാർക്ക് ആ സമയത്ത് അറിയില്ല. ഇപ്പോൾ ഒരു 30% ആൾക്കാർക്ക് അറിയാം ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി കുറച്ചുകൂടി വർഷം കഴിഞ്ഞാൽ എല്ലാ യുഎഇ റെസിഡൻസും പറയും ഇവിടെ മഴയുണ്ട്, ഇവിടെ എല്ലാ മാസവും മഴയുണ്ട്, വേനൽക്കാലത്ത് പ്രത്യേകിച്ച് മഴയുണ്ട് എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ മാറും. ഇന്നിപ്പോൾ ആളുകൾ യുഎഇ വെതർമാൻ സജാദിന്റെ അപ്ഡേഷനുകളെ കാത്തിരിക്കുകയാണ്.
ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയാൽ മഴ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് മിക്കവാറും ആളുകൾക്കും മനസ്സിലായി വരുന്നുണ്ടെന്ന് സജാദ് പറയുന്നു. തീർന്നില്ല, എല്ലാ മഴ സ്നേഹികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഈ പ്രവാസി. UAE വെതർമാൻ എന്നതിന് പുറമെ ഖത്തർ വെതർമാൻ തുടങ്ങിയ പേരിൽ മറ്റു രാജ്യങ്ങളിലും മഴയെക്കുറിച്ചുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ പങ്കുവെക്കുകയാണ് ഇന്ന് സജാദ്. അല്ലൈൻ മുതൽ അല്ലൈൻ, അതുപോലെ നോർത്ത് അല്ലൈൻ ലൈക്ക് ഷുവൈബ്, പിന്നെ അൽഹയർ, അതുപോലെ മദാം, പിന്നെ ഹത്ത, പിന്നെ തീരത്തേക്ക് പോകണമെങ്കിൽ കൽബ, ഫുജേറ, കോർഫക്കാൻ, ഇങ്ങനെ ഈ ഭാഗങ്ങളാണ് അല്ലൈൻ മുതൽ കോർഫക്കാൻ വരെയുള്ള ഭാഗങ്ങളാണ് എമിറേറ്റ്സിൻ്റെ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഈ എമിറേറ്റ്സിൻ്റെ ഈസ്റ്റ് പ്രദേശങ്ങളിലേക്കാണ് വേനൽക്കാലങ്ങളിൽ കൂടുതൽ മഴമേഘങ്ങൾ ഒമാനിൽ കൂടി എത്തുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ മഴ. അല്ലൈൻ മുതൽ കോർഫക്കാൻ വരെയുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാകുന്നത്. പിന്നെ എല്ലാ മഴപ്രേമികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാമെന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് എൻജോയ് ചെയ്യുക മഴ. സജാദ് നൽകുന്ന വിവരങ്ങൾക്കായി കാത്തിരിക്കുന്ന വലിയ വിഭാഗം തന്നെ ഇന്നിവിടെയുണ്ട്. അതെ, സജാദിന്റെ മനസ്സ് കുളിർപ്പിച്ച മഴ ഇന്ന് UAE പ്രവാസികളെല്ലാം മനസ്സു നിറഞ്ഞ് ആസ്വദിക്കുകയാണ്. യാത്രാ വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ സാധ്യതകളെ കൃത്യമായി പരിചയപ്പെടുത്തിയാണ് ഈ വർഷത്തെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് സമാപിച്ചത്. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് 2500-ലധികം പ്രദർശകരാണ് ഇത്തവണ മേളയിൽ പങ്കെടുക്കാനായി എത്തിയത്. ഇത്തവണത്തെ ATMന്റെ കാഴ്ചകളിലേക്കാണ് ഇനി കടക്കുന്നത്. ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റോളുകളും ലോകത്തിലെ മുൻനിര ടൂർ ഓപ്പറേറ്റർമാരും ഹോട്ടൽ കമ്പനികളും അവരുടെ പ്രത്യേക ട്രാവൽ പാക്കേജുകളും ഉൾപ്പെടെ അവതരിപ്പിച്ച മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ ട്രാവൽ മേളയ്ക്കാണ് ദുബായിൽ സമാപനമായത്. ലോകത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് 50,000-ഓളം ആളുകളാണ് ട്രാവൽ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയത്. സന്ദർശകരുടെ എണ്ണത്തിൽ 15% വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പുതുമകൾക്ക് കരുത്തേകുക, സംരംഭകത്വത്തിലൂടെ യാത്രകളെ രൂപാന്തരപ്പെടുത്തുക എന്നതായിരുന്നു ഇത്തവണത്തെ ചിന്താവിഷയം. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും ദുബായ് എയർപോർട്ട് ചെയർമാനും എമിറേറ്റ്സ് ഗ്രൂപ്പ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ ഇത്തവണത്തെ സീസണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമെന്ന ദുബായിയുടെ നില പുനഃസ്ഥാപിക്കാൻ സാധിച്ചതായി ഷെയ്ഖ് അഹമ്മദ് പറഞ്ഞു. വിവിധ രാജ്യങ്ങളുടെ പവലിയനുകളും അദ്ദേഹം സന്ദർശിച്ചു. സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗക്കൽ മർറി, ദുബായ് എക്കണോമി ആൻഡ് ടൂറിസം വകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഹിലാൽ സയ്യിദ് അൽ മർറി, ATM ഡയറക്ടർ ഡാനിയൽ കർട്ടിസ് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എല്ലാ വർഷവും നമ്മൾ ട്രാവൽ മാർട്ടിൽ പങ്കെടുക്കാറുണ്ട്. വാസ്തവമായി ഓരോരോ പുതിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളും ഒരു അഡ്വഞ്ചറിൻ്റെ പാർട്ടായിട്ട് നമ്മളൊരു ക്യാമ്പിംഗ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഡെസേർട്ട് ക്യാമ്പിംഗ് ആണ് നമ്മുടെ കോർ ബിസിനസ്. അതാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡെസേർട്ട് സഫാരി, ഹോട്ട് ബൈക്ക്, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും അതിനകത്ത് ആഡ് ചെയ്യും. ഒരു ഗസ്റ്റ് ഒരു 3 മണിക്ക് നമ്മുടെ ക്യാമ്പിൽ വന്നാൽ നെക്സ്റ്റ് ഡേ 10 o'clock വരെയുള്ള എല്ലാ ആക്ടിവിറ്റിയും നമ്മുടെ അവിടെ ചെയ്യും. ഇന്ത്യയും മേളയിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു ഇത്തവണ. വിവിധ സംസ്ഥാനങ്ങൾ തങ്ങളുടെ വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ടൂറിസത്തിന്റെ വലിയ സാധ്യതകളെ അവതരിപ്പിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഗോവ ടൂറിസം മന്ത്രി പറഞ്ഞു. I think ATM has been a good learning for all of us. As I've been sharing my thoughts, it's a good place for us to ensure that as we come here, we get a lot of more opportunities to see, get new learnings, get new experiences, understand what the world is going about. Tourism is the mainstay. The whole world, all countries have realized, and every country has started changing themselves in that particular manner. This gives us an opportunity to understand what the other countries are doing, what the other states are doing, how they have been moving about. At the same time, Goa has been known for its coastline, Goa has been known for its party life and nightlife. But the perception is to change post-COVID. So today we are talking about spirituality, we are talking about wellness, we are talking about adventure, we are talking about mice, we are talking about weddings. So I think this thing needs to be coming out. We have a lot of huge
good tradition, culture. Foodies love the place Goa. അതേസമയം കേരളത്തിന്റെ സാന്നിധ്യം ഇത്തവണ ഇല്ലാതിരുന്നതിലെ നിരാശ മലയാളികൾ പങ്കുവച്ചു. കർണാടകയും ഗോവയും മധ്യപ്രദേശും ഉൾപ്പെടെ പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കുമ്പോഴാണ് കേരളം നിരാശപ്പെടുത്തിയത്. ലാസ്റ്റ് മിനിറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എല്ലാം ഉള്ളതുകൊണ്ടും ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ടും ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടായിരിക്കും പങ്കെടുക്കാത്തതെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സും കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ട്രെയിൻ വിസിറ്റേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. കേരളം ഇതിൽ കണ്ടില്ല. അപ്പോൾ കേരളം ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ട്. അതായത് നമ്മളടുത്തുള്ള കർണാടക അതുപോലെ തമിഴ്നാട് എല്ലാം ഉണ്ട്, പക്ഷെ കേരളം ഇല്ല. ലോകത്തിനായി പുതിയൊരു വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്നതിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെ മിക്ക ഗൾഫ് രാജ്യങ്ങളും ശ്രദ്ധ ചെലുത്തിയത്. മേഖലയിലെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ ടൂറിസം സാധ്യതകളെ കൃത്യമായി തന്നെ മേളയിൽ പങ്കുവച്ചു. UAE മിക്ക എമിറേറ്റുകളും സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു. UAE പ്രവാസികൾ ഉൾപ്പെടെ സ്റ്റേക്കേഷൻ സാധ്യതകളെ ഇഷ്ടപ്പെടുന്നതായാണ് UAE ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെടുന്നത്. ഇൻ റാസൽ ഖൈമ സ്റ്റേക്കേഷൻ ഈ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻബൗണ്ട് ടൂറിസം ശരിക്കും നമുക്ക് കുറയും. അപ്പോൾ സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അറൌണ്ട് 2 years ബാക്ക് ഏതാണ്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഭയങ്കര ഫുള്ളാണ്. ഇപ്പോൾ റാസൽ ഖൈമയിൽ ഹോട്ടൽസ് നോക്കുവാണെങ്കിൽ അറൌണ്ട് 60 to 70% ഓഫ് ഓക്യുപ്പൻസി സ്റ്റേക്കേഷൻ കൊണ്ട് മാത്രമാണ്. ഇൻബൗണ്ട് ടൂർ മീൻസ് ഇവിടെ ഉള്ള ഡൊമസ്റ്റിക് ആൾക്കാർ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് റാസൽ ഖൈമ എന്ന് പറയുന്നത്. കാരണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഇൻബൗണ്ട് വെളിയിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഭയങ്കരമായിട്ട് കുറവാണ്. ഇത് ഞങ്ങൾക്ക് ഒരു ബൂസ്റ്റാണ് ഭയങ്കരമായിട്ട് സ്റ്റേക്കേഷൻ. നിരവധി വ്യോമയാന കമ്പനികളും തങ്ങളുടെ നവീന സാങ്കേതിക വിദ്യകൾ മേളയിൽ പ്രദർശിപ്പിച്ചു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്രൂവിനെ വരെ അവതരിപ്പിച്ചായിരുന്നു എയർലൈനുകളിൽ പലതും ശ്രദ്ധ നേടിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ട്രാവൽ ടൂറിസം രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ നിരവധി കാഴ്ചകളും മേള സമ്മാനിച്ചു. കോവിഡാനന്തരം ടൂറിസം മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉണർവാണ് ഇപ്പം നമ്മളിവിടെ കാണുന്ന ATM അറേബ്യൻ ട്രാവൽ മാർട്ടിൽ കാണുന്ന ഈ തിരക്ക്. മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകളൊക്കെ ടൂറിസം മേഖല ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതിൻ്റെ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ടൂറിസത്തിനെ അതിയായ ഭൂമിയിലേക്ക് എത്തിക്കുന്നതാണ്. വലിയ ഒരു ട്രമൻഡസ് ചേഞ്ചസ് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. $160 രാജ്യങ്ങളിൽ നിന്ന് 2600 പ്രദർശകരാണ് ഇത്തവണ പങ്കെടുക്കാനെത്തിയത്. ഇനി സൗദി അറേബ്യയിലേക്കാണ് യാത്ര. മാമ്പഴ പെരുമ വിളിച്ചോതിയ ജിസാൻ മാമ്പഴോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക്. 20ാമത് ജിസാൻ മാമ്പഴോത്സവമാണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത്. ആ കാഴ്ചകളിലേക്ക്. രുചിയിലും ഗുണമേന്മയിലും മികച്ച മാമ്പഴ ഇനങ്ങൾക്ക് പേരുകേട്ട ജിസാനിൽ ഇപ്പോൾ മാമ്പഴക്കാലമാണ്. സൗദിയിലെ ഏറ്റവും വലിയ മാമ്പഴ ഉൽപാദന മേഖലയെന്നറിയപ്പെടുന്ന ഈ ജിസാനിൽ സൗദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയവും ജിസാൻ ഗവർണറേറ്റും ചേർന്ന് സാബിയയിലാണ് മാമ്പഴോത്സവം സംഘടിപ്പിച്ചത്. 45,000-ലധികം ആളുകൾ ഈ മാമ്പഴോത്സവം കാണാൻ എത്തിയെന്നാണ് സാബിയ ഗവർണറേറ്റ് അറിയിച്ചിരിക്കുന്നത്. 4 ദശകങ്ങൾക്ക് മുൻപ് ഒരു മാവ് പോലും ഇല്ലാതിരുന്ന ജിസാനിൽ ഇപ്പോൾ മാമ്പഴങ്ങൾ കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള മികച്ച മാവിൻ തൈകൾ ജിസാനിൽ കൃഷി ചെയ്യുന്നതിനുള്ള സൗദി കൃഷി മന്ത്രാലയത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള കാർഷിക പദ്ധതിയുടെ വിജയഗാഥ കൂടിയാണ് ജിസാനിലെ മാമ്പഴപ്പെരുമയും സമൃദ്ധിയും. എല്ലാ വർഷവും മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് ജിസാനിൽ മാമ്പഴ സീസൺ നടക്കുന്നത്. ജിസാൻ പ്രവിശ്യ ഗവർണർ മുഹമ്മദ് നാസർ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ കഴിഞ്ഞ മാസം 26-നാണ് മാമ്പഴോത്സവം ഉദ്ഘാടനം ചെയ്തത്. സൗദിയിലെയും ലോകത്തെയും മാമ്പഴ വിപണിയിൽ വൻ ഡിമാൻഡുള്ള ജിസാനിലെ മാമ്പഴ ഇനങ്ങൾ ഇത്തവണ ആദ്യമായി
ജോർദാനിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയും ചെയ്തു. രുചിയിലും ആകൃതിയിലും നിറത്തിലും വലുപ്പത്തിലും വ്യത്യസ്തതയുള്ള 60ഓളം ഇനങ്ങളിലായി 45,000 ടൺ മാമ്പഴങ്ങൾ പ്രതിവർഷം ജിസാനിലെ തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ജസാനിൽ നിന്നാണ്, ജസാൻ സിറ്റിയിൽ നിന്ന് വരുന്നവരാണ്. ഇത് ജസാനിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒരു വലിയൊരു മാവും തോട്ടമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു കുറച്ച് 3-4 ഫാമിലികൾ ഒരുമിച്ച് കൂടി വന്നതാണ്. ഇതിപ്പോൾ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഇത് കാണാൻ വന്നു. വിളവെടുക്കുന്ന ഒരു സമയമാണ്. ഒരു സ്ഥലത്ത് ഒരുപാട് മാങ്ങകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള മാങ്ങകളുണ്ട്. ഈ ജസാനിൽ തന്നെ, ഈ സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാങ്ങ തോട്ടങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഇൻഡി എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വളരെ വിലയുള്ളതും വളരെ സ്വാദിഷ്ടമായ ഒരു മാങ്ങ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരു മാംഗോ ലവറായിട്ടുള്ള എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഇങ്ങോട്ട് ഈ മാംഗോ ഫാമിൽ വന്നിട്ട് മാംഗോ ഫ്രഷ് ആയിട്ട് മരത്തിൽ വച്ച് അതൊക്കെ പറഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. തെക്കേ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ ഇനങ്ങളായ ബാഖോറ, നാരില്ലാത്ത ഉറച്ച കാമ്പുള്ള നീലം, അൽഫോൺസ, മൈലാപ്പൂ എന്നിവയും കൂടുതൽ മഞ്ഞ നിറവും മധുരവുമുള്ള ബങ്കനപ്പള്ളിയുമാണ് ജിസാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഇന്ത്യൻ മാമ്പഴ ഇനങ്ങൾ. അൽ അജാൽ, ജലാൻ, ടോമി, ബാലതി, അഡ്കിൻസ്, സെൻസേഷൻ, അൽ സുബ്ദ, ബൾമാർ, ജൂലി എന്നിവയും സുഡാൻ, പാകിസ്ഥാൻ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിലെ മാമ്പഴങ്ങളുമാണ് ജിസാനിലെ മറ്റ് പ്രധാന ഇനങ്ങൾ. ഇപ്പോൾ ജിസാനിലെ തോട്ടങ്ങളിൽ മാമ്പഴങ്ങളുടെ വിളവെടുപ്പ് നടക്കുന്നതിനാൽ മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികളും സ്വദേശികളും മാമ്പഴങ്ങൾക്കായി തോട്ടങ്ങളിൽ എത്തുന്നുണ്ട്. വേനൽ ചൂടിന് കുളിർമ പകരുന്ന മധുരവും സ്വാദുമുള്ള പലയിനം മാമ്പഴങ്ങൾ ജിസാനിലെ വിവിധ സൂക്കുകളിലും വഴിയോരങ്ങളിലും ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. പ്രാദേശിക ചന്തകളിലും നഗരത്തിന് പുറത്ത് നിരത്തുകളിലുമെല്ലാം ഇപ്പോൾ മാമ്പഴ കച്ചവടക്കാരുടെ നീണ്ട നിര കാണാം. ജിസാനിലെ പ്രാദേശിക വിപണിയിൽ ലഭിക്കുന്ന കൊതിയൂറുന്ന മാമ്പഴങ്ങൾക്ക് വിലയും വളരെ കുറവാണ്. അറേബ്യൻ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.